ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ വലിയ ഫെസ്റ്റിവലായ ദിവാലി റിലീസായിട്ട് ഇന്ന് തമിഴിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അത് ഡ്യൂഡ് എന്ന സിനിമയാണ്. ലവ് ടുഡേ, ഡ്രാഗൺ എന്നീ സിനിമകളുടെ വലിയ വിജയത്തിന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ ഹാട്രിക് വിജയം ലക്ഷ്യം വെച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. മമിത ബൈജു പ്രദീപിന്റെ നായികാവേഷത്തെ അവതരിപ്പിച്ച സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തുവരുമ്പോൾ മുൻപ് വിജയിച്ച രണ്ട് സിനിമകളുടെയും അതേ പാറ്റേണിൽ, അതായത് റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഡ്യൂഡ് എന്ന സിനിമയ്ക്ക് മുൻപ് റിലീസായ രണ്ട് സിനിമകളുടെ അത്രത്തോളം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതിക്ക് വളരെ മികച്ച അഭിപ്രായങ്ങൾ, ഒരു കിടിലൻ ആദ്യ പകുതി എന്നൊരു അഭിപ്രായം ലഭ്യമായപ്പോൾ രണ്ടാം പകുതി നല്ല രീതിയിൽ താഴെ പൊരിക്കുന്നു, ഇമോഷണൽ കണക്ഷന്റെ കുറവുണ്ട്, അതോടൊപ്പം തന്നെ ലാഗ് അടുപ്പിക്കുന്നു തുടങ്ങിയ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് രണ്ടാം പകുതി നേരിടുത്തിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ഈ ദിവാലി റിലീസ് തമിഴ് സിനിമ ആദ്യ ദിവസം നേരിടുത്തിരിക്കുന്നത്. പ്രദീപ് മമിത ബൈജു കോംബോയ്ക്കും ഒപ്പം തന്നെ ശരത് കുമാറിനും സിനിമയിലെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ടെക്നിക്കലി മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ആര്യ 2, ഷാജഹാൻ തുടങ്ങിയ സിനിമകളെ ഓർമ്മപ്പെടുത്തുന്നു ഡ്യൂഡ് എന്നൊരു അഭിപ്രായം കൂടി വരുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ സിനിമയുടെ ഈ അഭിപ്രായങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ തമിഴർക്ക് ഇത് മതി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ദിവാലി വിന്നറായി മാറട്ടെ ഡ്യൂഡ് എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസ് വിവരങ്ങൾക്ക്.